ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആഹാരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം. ആഹാരം എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ചോറുണ്ടായിരുന്നു, തിളപ്പിച്ച് ഊറ്റി ചോറുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെച്ചു. അത് കഴിഞ്ഞ് ക്യാരറ്റും ബീൻസ് പയറും കൂടെ അരിഞ്ഞിട്ട് തോരൻ വെച്ചതാണ്, ചെറുതായിട്ടൊരു തോരന്. അപ്പോൾ വെണ്ടയ്ക്ക കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് അതും കൂടെ തോരൻ വെച്ചത്. അപ്പോൾ അതൊരെണ്ണം. പിന്നെ കുറച്ച് സാമ്പാർ, ഇന്നലത്തെ സാമ്പാറാണേ, കുറച്ചേ ഉള്ളൂ. അത് ചുമ്മാ കാണിച്ചെന്നേ ഉള്ളൂ, കുറച്ചേ ഉള്ളേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ കറി വെച്ചു. അപ്പോൾ ആ ചിക്കൻ കറിയുണ്ട്. അപ്പം നമുക്ക് രാവിലത്തേക്കുള്ളത് ദോശയാണ്, തട്ടുദോശ. ചെറുതായിട്ട് ചുടുന്നതിന് തട്ടുദോശയെന്ന് പറയുന്നത്, പരത്താതെ ചുടുന്നതിന് തട്ടുദോശയെന്ന് പറയുന്നത്. ഇനി നമുക്കതൊരു ലഞ്ച് ബോക്സിലോട്ടാക്കി വെക്കാം. വലിയ വട്ടപാത്രം ആയതുകൊണ്ടാണ് നമ്മൾ കറിയൊക്കെ അതിനകത്ത് വെക്കുന്നത്. കുറച്ച് ചോറേ ഇതിനകത്ത് വിളമ്പത്തുള്ളൂ. ഇതിനകത്ത് വേറൊരു തട്ടുണ്ട്. അപ്പം കൈ കൊണ്ട് വാരി കഴിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിനാണ് ഇച്ചിരി വലിയ വട്ടപാത്രം വാങ്ങിച്ചത്. അപ്പം ഇത്രയും കഴിക്കുമോ എന്ന് വിചാരിക്കേണ്ട, അതിനകത്ത് കുറച്ചേ ഉള്ളൂ ചോറ്. അപ്പം തോരൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി കൂടെ വെക്കാം. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും വെച്ച് നമുക്ക് പാത്രം അടയ്ക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് വീഡിയോ ഇത്രയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കണ്ടല്ലോ എന്തുവാണ്, നിങ്ങൾക്കൊക്കെ എന്തുവാ പറ.